Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 3. Module 3-ൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് എന്താണ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് എന്താണ്, അതുകൂടാതെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് എന്താണ്. 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യം ഓട്ടോ ട്രാൻസ്ഫോമർ. ഓക്കെ, എന്താണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ വിത്ത് സിംഗിൾ കണ്ടിന്യൂസ് വൈൻഡിങ്. ഓക്കെ, കോമൺ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി സർക്യൂട്ട്. സെക്കൻഡറിക്കും പ്രൈമറിക്കും കൂടെ ഒരു കണ്ടിന്യൂസ് വൈൻഡിങ്, ഒരു കോമൺ കണ്ടിന്യൂസ് വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നു. അത്തരം ട്രാൻസ്ഫോമേഴ്സ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചിത്രം നോക്കാം, കൂടുതൽ ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്ഷൻ എ ബി. ഓക്കെ, ദിസ് എ ബി റെപ്രസെന്റ് അല്ലെങ്കിൽ പോർഷൻ എ ബി റെപ്രസെന്റ്സ് ദ പ്രൈമറി വൈൻഡിങ് ആൻഡ് ദിസ് ബി സി സെക്ഷൻ ഓഫ് എ ബി ദാറ്റ് റെപ്രസെന്റ്സ് സെക്കൻഡറി വൈൻഡിങ്. ഓക്കെ, നമ്മൾ പ്രൈമറി വോൾട്ടേജ് V1 അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് V1 ഈസ് അപ്ലൈഡ് ടു പ്രൈമറി സെക്ഷൻ എ ബിക്ക് അക്രോസ് അപ്ലൈ ചെയ്യും. ഓക്കെ, ആൻഡ് ലോഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ബി സിക്ക് അക്രോസ് ആണ്. ഓക്കെ, ഈ കണക്ഷൻ പോയിന്റ്, ദാറ്റ് കണക്ഷൻ പോയിന്റ് ഈസ് കോൾഡ് ടാപ്പ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. എന്തിനാത്? ഇറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പ് ടു അഡ്ജസ്റ്റ് ദ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, സോ ദിസ് പോർഷൻ ഓഫ് ബി സി ഓഫ് വൈൻഡിങ് ഈസ് കോമൺ ടു ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പർ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുകൂടാതെ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും. നമുക്ക് ഇനി ഡെറിവേഷനാണ് ചെയ്യാനുള്ളത്. സോ V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലൈഡ് വോൾട്ടേജ്, ഓൾസോ ദിസ് ഈസ് പ്രൈമറി വോൾട്ടേജ്, ആൻഡ് V2 ഇസ് ദ ടെർമിനൽ വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ് ആണിത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ ഐഡിയൽ ആണെന്ന് അസ്യൂം ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? V2 by V1 ഈസ് ഈക്വൽ ടു E2 by E1 ഈസ് ഈക്വൽ ടു N2 by N1 ഈസ് ഈക്വൽ ടു K എന്ന് എഴുതിക്കൂടെ? That is V2 by V1 is equal to E2 by E1 is equal to N2 by N1 is equal to K എന്ന് എഴുതാം എനിക്ക്. അതുകൂടാതെ V1 I1 is equal to V2 I2 ആണ്. ഇക്വേഷൻ എനിക്ക് എന്ത് കിട്ടും? I1 is equal to V2 I2 divided by V1, that is equal to V2 by V1 into I2 equal to K into I2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നോർമൽ ഇക്വേഷൻസിലോട്ട് കയറുവാണ്. അപ്പോൾ നമുക്ക് 2 പാരാമീറ്റേഴ്സും കൂടെ ഡിഫൈൻ ചെയ്യണം. സ്മോൾ എൽ ഇറ്റ് ഈസ് ദ മീൻ ലെങ്ത് പെർ ടേൺ എന്ന് വിളിക്കാം എനിക്കതിനെ, ആൻഡ് ജെ ഇസ് ദ കറണ്ട് ഡെൻസിറ്റി ത്രൂ ഔട്ട് ദ വൈൻഡിങ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഡെൻസിറ്റി തന്നു കറണ്ടും കിട്ടിയാൽ നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? കറണ്ട് ഡിവൈഡ് ബൈ കറണ്ട് ഡെൻസിറ്റി എന്നായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എ സി എന്ന് പറയുന്ന സെക്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാം? ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കണ്ടക്ടർ ഇൻ ദ പോർഷൻ എ സി. അപ്പോൾ എന്തായിരിക്കും അത്? അതിലൂടെ പോകുന്ന കറണ്ട് എന്തായിരുന്നു? ആക്ച്വലി I1 എന്ന് പറയുന്ന കറണ്ട് ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ? സോ ആ കറണ്ട് I1 ഡിവൈഡഡ് ബൈ ദാറ്റ് കറണ്ട് ഡെൻസിറ്റി J. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ ഇൻ ദാറ്റ് പോർഷൻ എ സി എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ക്രോസ് സെക്ഷൻ ഏരിയ, ഓക്കെ, ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് N1 മൈനസ് N2 ആണ്. എ സിയിൽ N1 മൈനസ് N2 ആണ്. ഓക്കെ, സോ I1 ബൈ J ഇൻറ്റു N1 മൈനസ് N2 ഇൻറ്റു ലെങ്ത് പെർ ടേൺ, മീൻ ലെങ്ത് പെർ ടേൺ. അപ്പോഴാണ് ടോട്ടൽ വോളിയം കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അതുപോലെ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കണ്ടക്ടർ ഇൻ ദ പോർഷൻ സി ബി പോർഷനിലെ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും? കറണ്ട് എന്താണ്? I2 മൈനസ് I1 എന്നാണ്, ഡിവൈഡഡ് ബൈ J ആയിരിക്കും. ഓക്കെ, സോ I2 മൈനസ് I1 ഡിവൈഡഡ് ബൈ J. സോ ആ പോർഷനിലെ വോളിയം ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ കണ്ട എന്ത് കിട്ടും? I2 മൈനസ് I1 ഡിവൈഡഡ് ബൈ J ഇൻറ്റു N2 ഇൻറ്റു L എന്ന് കിട്ടും. സോ ടോട്ടൽ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ 2 വോളിയത്തിൻ്റെ സം ആയിരിക്കും. ഓക്കെ, എഴുതുക I1 ബൈ J ഇൻറ്റു N1 മൈനസ് N2 ഇൻറ്റു L പ്ലസ് I2 മൈനസ് I1 ഡിവൈഡഡ് ബൈ J ഇൻറ്റു N2 ഇൻറ്റു L എന്ന് കിട്ടും എനിക്ക്. ഓക്കെ, N2ന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു? K ഇൻറ്റു N1 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, വേറൊരു മാറ്റം എന്ന് പറയുന്നത് I1 ബൈ I2 ഈസ് ഈക്വൽ ടു K ആണ്. അപ്പം I2 എന്താണ്? I1 ഡിവൈഡഡ് ബൈ K ആണ്. സോ ഇവിടുത്തെ I2ന് പകരം I1 ഡിവൈഡഡ് ബൈ K ഇട്ട് കൊടുക്കും. J എന്നിട്ട് കോമൺ ആയിട്ട് പുറത്തെടുക്കും, എന്നിട്ട് മാറ്റി എഴുതിയേക്കുന്നതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തത്. സോ I1 ഡിവൈഡ് ബൈ J ഇൻറ്റു N1 മൈനസ് K N1 ഇൻറ്റു L
പ്ലസ് I1 ഡിവൈഡ് ബൈ കെ മൈനസ് I1 ഇൻറ്റു KN1 ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു എൽ എന്ന് കിട്ടും. ഓക്കെ, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ I1 ഡിവൈഡ് ബൈ ജെ ഇൻറ്റു N1, ഓക്കെ, 1 ബൈ കെ പ്ലസ് I1 KN1 ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു എൽ ഇൻറ്റു 1 ബൈ കെ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ 1 മൈനസ് കെ ആണ്, ഇവിടെ 1 ബൈ കെ മൈനസ് 1 എന്ന് വായിക്കാം. ഓക്കെ, കോമൺ ആയിട്ട് എന്തുണ്ട്? I1 ഡിവൈഡ് ബൈ ജെ ഇൻറ്റു N1 ഇൻറ്റു എൽ ഉണ്ട്, അത് പുറത്തെടുക്കാം. സോ ഉള്ളിൽ എന്ത് വരും? 1 മൈനസ് കെ പ്ലസ് കെ ഇൻറ്റു 1 ബൈ കെ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ 1 മൈനസ് കെ പ്ലസ് 1 മൈനസ് കെ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് I1 ബൈ ജെ ഇൻറ്റു N1L ഇൻറ്റു 2 മൈനസ് 2k എന്ന് കിട്ടും. ഓക്കെ, 2 കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ 2 ഇൻറ്റു I1 ഡിവൈഡ് ബൈ ജെ N1 ഇൻറ്റു എൽ ഇൻറ്റു 1 മൈനസ് കെ എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഇൻ ദ ഓട്ടോ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി നമ്മൾ അതേ വഴിയിൽ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെയും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, എന്തായിരിക്കും അത്? അതായത് 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ സെയിം വോൾട്ടേജ് പെർ ടേൺ തന്നെയാണ്, അതുപോലെ ലോഡ് കറണ്ടും സെയിം തന്നെയാണ്. സെയിം ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയ ലെങ്ത്, കറണ്ട് ഡെൻസിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് കോപ്പർ വൈൻഡിങ് ഇൻ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്തായിരിക്കും? പ്രൈമറിയുടെ കേസിൽ LN1 I1 ഡിവൈഡ് ബൈ ജെ കിട്ടും, സെക്കൻഡറിയുടെ കേസിൽ LN2 I2 ഡിവൈഡ് ബൈ ജെ കിട്ടും. വോളിയം ഇത് പ്രൈമറിയുടെ വോളിയം, ഇത് സെക്കൻഡറിയുടെ വോളിയം. ഓക്കെ, അതായത് വൈൻഡിങ്ങിൻ്റെ കേസിൽ പ്രൈമറിയുടെ എന്നല്ല, ആക്ച്വലി വരുന്നത് 2 പോർഷൻ്റെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതിപ്പോൾ പ്രൈമറിയുടെയും വരും, ഇത് സെക്കൻഡറിയുടെയും വരും. സോ LN1 I1 ഡിവൈഡ് ബൈ ജെ പ്ലസ് LN2 I2 ഡിവൈഡ് ബൈ ജെ എന്ന് കിട്ടും. ഓക്കെ, അപ്പം എന്താ ഇവിടെ മാറ്റം കൊടുത്തേക്കുന്നത്? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ബാക്കി ചെയ്യേണ്ടത്. LN1 I1 ഡിവൈഡ് ബൈ ജെ കൊടുക്കുക, എന്നിട്ട് പ്ലസ് N2ന് പകരം LKN1 എന്ന് കൊടുക്കുക, LN2ന് പകരം LKN1 എന്ന് കൊടുക്കുക, അതായത് N2ന് പകരം KN1 ഇട്ട് കൊടുക്കുക. I2 എന്ത് കൊടുക്കുക? I1 ഡിവൈഡ് ബൈ കെ എന്ന് ഇട്ട് കൊടുക്കുക. ഈ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടും. ഡിവൈഡ് ബൈ ജെ ഇട്ട് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്താൽ LN1 I1 ഡിവൈഡ് ബൈ ജെ പ്ലസ് LN1 I1 ഡിവൈഡ് ബൈ ജെ എന്ന് കിട്ടും. ഇപ്പോൾ 2 ഇൻറ്റു LN1 I1 ഡിവൈഡ് ബൈ ജെ എന്ന് കിട്ടും. സോ ഇതാണ് ആക്ച്വലി നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഓവറോൾ വോളിയം ഓഫ് കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു റേഷ്യോ ഡിഫൈൻ ചെയ്യണം ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിലും 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെയും. അപ്പം വോളിയം ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ. രണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. 2 N1 I1 L ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു 1 മൈനസ് കെ ഡിവൈഡഡ് ബൈ 2 N1 I1 L ഡിവൈഡഡ് ബൈ ജെ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് കെ എന്ന് കിട്ടും. സോ എന്താണ് ഈ റിലേഷൻ ആക്ച്വലി നമുക്ക് തരുന്നത്? ഇറ്റ് ഷോസ് ദ സേവിങ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ കമ്പയർഡ് ടു ഓർഡിനറി ട്രാൻസ്ഫോമർ കിട്ടും നമുക്ക്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇത് സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫോർ AC motors by reducing the applied voltage during starting. Okay, it also can be used to compensate the voltage drops in the transmission lines as a booster transformers. Okay, also it can be used as a variable AC supply. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഒരു കുഞ്ഞു ക്വസ്റ്റ്യനാണ്, നമുക്കറിയാവുന്ന ഇക്വേഷൻസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ടൈപ്പേ ഉള്ളൂ. An auto transformer is used to transform from 500 volt to 400 volt. The load is 30 kilowatt at unity power factor. Neglecting the losses and magnetizing current, find the currents in the various parts of winding. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫിഗർ എന്തായാലും വരയ്ക്കാം. ലോഡ് എത്രയാണ്? 30 kW തന്നിട്ടുണ്ട്. ടെർമിനൽ വോൾട്ടേജ് 400 volt ആണ്. പ്രൈമറി 500 volt ആണ്. I1 I2 മൈനസ് I1 ഇങ്ങോട്ട് വരും, I2 ഇങ്ങോട്ട് വരും. സോ നമ്മൾ പറഞ്ഞത് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കറണ്ട്, ഓക്കെ, സോ ലോഡ് കറണ്ട് I2 എന്താണ്? ലോഡ് 30 kW എന്നാണ്. സോ 30 kW 30 × 10⁻³ ഡിവൈഡ് ബൈ 400 75 ആംപിയർ എന്ന് കിട്ടും.
ഓക്കെ, V1 I1 ഈസ് ഈക്വൽ ടു V2 I2. അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? I1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ബാക്കിയെല്ലാം ആയല്ലോ. I1ൻ്റെ വാല്യൂ കിട്ടിയാൽ 60 ആംപിയർ എന്ന് കിട്ടും. പിന്നെ നമുക്ക് കറണ്ട് ഇൻ പോർഷൻ AC എന്താ അത്? I1 എന്നാണ്, 60 ആംപിയർ. ഓക്കെ, കറണ്ട് ഇൻ പോർഷൻ CB I2 മൈനസ് I1. I2 75 ആംപിയർ ആണ്, I1 60 ആംപിയർ ആണ്, ദാറ്റ് ഈസ് 15 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്താണെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള കാര്യം. രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ഹൈ കറൻറ്റ്സ് ആൻഡ് ഹൈ വോൾട്ടേജസ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ AC മെഷർമെൻറ്റ്സ് വിത്ത് ലോ റേഞ്ച് AC ഇൻസ്ട്രുമെൻറ്റ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഉണ്ട്, കറണ്ട് ട്രാൻസ്ഫോമറും ഉണ്ട്, അതുകൂടാതെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. സോ നമ്മൾ പഠിക്കുന്നത് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്, ആദ്യം പഠിക്കുന്ന കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്. സോ ആക്ച്വൽ ഫങ്ഷൻ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ടു സ്റ്റെപ്പ് ഡൗൺ എ ഹൈ മാഗ്നിറ്റ്യൂഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ്. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടും നമുക്ക്? ആക്ച്വലി നമുക്കൊരു ലോ റേഞ്ച് അമ്മീറ്റർ ഉപയോഗിച്ച് അതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ ഹൈ കറൻറ്റിനുള്ള പ്രൊട്ടക്ഷനും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കറണ്ട് ട്രാൻസ്ഫോമർ തരുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇറ്റ്സ് ഓൾസോ പോസിബിൾ ടു ഡ്രോ എ സ്മോൾ കറന്റ് ദാറ്റ് പ്രൊപ്പോർഷണൽ ടു ലൈൻ കറന്റ് ത്രൂ ദ സെക്കൻഡറി ഓഫ് CT. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ റിലേ കണക്ട് ചെയ്ത് നോക്കുക സെക്കൻഡറിയിൽ. അപ്പം അതെന്ത് ചെയ്യും? അബ്നോർമൽ കറൻസിനെ സെൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ആ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കറിയാനുള്ളത് എങ്ങനെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യമാണ്. ഓക്കെ, എങ്ങനെ നമുക്കിത് കൺസ്ട്രക്റ്റ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. അത് പറയുന്നതിന് മുന്നേ നമുക്ക് ആ ഫിഗർ അറിയണം. സോ ഈ ഫിഗർ ആണ് നിങ്ങൾക്ക് ആക്ച്വലി കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു പ്രൈമറി ഭാഗമുണ്ട്, ഒരു സെക്കൻഡറി ഭാഗമുണ്ട്. ഇതിൽ പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂ ടേൺസ് ഓഫ് തിക്ക് വയർ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അല്ലേ? കുറച്ച് ടേൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് പവർ ലൈൻ, അല്ലേ? സെക്കൻഡറി ഭാഗം എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ആണ്. ഓക്കെ, വിത്ത് ഫൈൻ വയർ ആയിരിക്കും സെക്കൻഡറി ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും. കറണ്ട് ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ആക്ച്വലി. വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ക്യാൻ ബി മെഷേർഡ് വിത്ത് ലോ റേഞ്ച് അമ്മീറ്റർ വെച്ച് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റി. ഓക്കെ, പ്രൈമറിയിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, സെക്കൻഡറിയിലൂടെ പോകുന്ന കറണ്ട് I2 ആണ്. സോ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്, N1 I1 ഈസ് ഈക്വൽ ടു N2 I2. N1 N2 എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ അടുത്ത ചെയ്യാൻ പറ്റുന്നത്? ഈ I1/I2 ഈസ് ഈക്വൽ ടു N2/N1 എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ ഈ കേസിൽ നമ്മൾ പറയുന്ന റേഷ്യോക്ക് പറയുന്ന പേര് CT റേഷ്യോ എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് I1/I2, അതായത് പ്രൈമറി കറന്റ് ടു സെക്കൻഡറി കറന്റ്. ദാറ്റ് റേഷ്യോ വി കോൾ ഇറ്റ് ആസ് CT റേഷ്യോ. I1/I2 ഈസ് ഈക്വൽ ടു CT റേഷ്യോ. അപ്പം I1 എന്തായിട്ട് മാറി? I2 ഇൻറ്റു CT റേഷ്യോ ആയിട്ട് മാറി, അല്ലേ? I1 ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു CT റേഷ്യോ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ലൈൻ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ആക്ച്വൽ അമ്മീറ്റർ റീഡിങ് I1 ഇൻറ്റു ദിസ് CT റേഷ്യോ ചെയ്താൽ മതി നമുക്ക്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു അമ്മീറ്ററിൽ 3 ആംപിയർ കാണിക്കുന്നു എന്ന് വിചാരിക്കുക. CT റേഷ്യോ 20:1 എന്നാണെന്ന് വിചാരിക്കുക. ദെൻ ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു 3 ആംപിയർ ഇൻറ്റു 20/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആംപിയർ ആയിരിക്കും ലൈൻ കറണ്ട് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ആക്ച്വൽ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം അതിനെ. എന്താ അതിൻ്റെ ആക്ച്വൽ പർപ്പസ് എന്ന് പറയുന്നത്? ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ്സ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും ബൈ മീൻസ് ഓഫ് എ ലോ റേഞ്ച് വോൾട്ട് മീറ്റർ. ഓക്കെ, ഈ കേസിൽ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഹൈ വോൾട്ടേജ് സപ്ലൈ അക്രോസ് കണക്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് ഒരു ലോ റേഞ്ച് AC വോൾട്ട് മീറ്ററിലേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ആണ് നോക്കേണ്ടത്. കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നമുക്ക് ഫിഗർ നോക്കിയിട്ട് പറയാം, അപ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ.
അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റുന്നത് ഇതൊരു സ്കിമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് എ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയാം. ഓക്കെ, പ്രൈമറി സെക്ഷൻ നോക്കിയേ, എന്ത് കാണാൻ പറ്റും? ലാർജ് നമ്പർ ഓഫ് ടേൺസ് വിത്ത് തിൻ വയർ, അതാണ് പ്രൈമറി ഭാഗം എന്ന് പറയുന്നത് അല്ലേ? ചിത്രം നോക്കിയേ. പക്ഷേ സെക്കൻഡറി എന്ന് പറയുന്നത് കുറച്ച് ടേൺസേ ഉള്ളൂ, പക്ഷെ അത് തിക്ക് വയർ ആയിരിക്കും. ഓക്കെ, അതുകൂടാതെ ഇതിൻ്റെ മാഗ്നറ്റിക് കോർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ മാഗ്നറ്റിക് കോർ എന്ന് പറയുന്നത് ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ദ പ്രൈമറി വൈൻഡിങ് ഓഫ് ദിസ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് കണക്റ്റഡ് അക്രോസ് എ ഹൈ വോൾട്ടേജ് ലൈൻ ആൻഡ് അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എ ലോ റേഞ്ച് AC വോൾട്ട്മീറ്റർ എവിടെ കണക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് സെക്കൻഡറി ഭാഗത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യമേ പറഞ്ഞു V1 എന്താണ്? ഇറ്റ് ഈസ് ദ ലൈൻ വോൾട്ടേജ് ആൻഡ് V2 ഇസ് ദ വോൾട്ട് മീറ്റർ റീഡിങ്. അപ്പോൾ റേഷ്യോ പറയുകയാണെങ്കിൽ V1/V2 is equal to N1/N2 എന്നാണ്. ഓക്കെ, ദ പ്രൈമറി ടു സെക്കൻഡറി വോൾട്ടേജ് റേഷ്യോ ദാറ്റ് ഈസ് V1/V2, അതിന് വിളിക്കുന്ന പേരാണ് PT റേഷ്യോ എന്നുള്ളത്. സോ V1/V2 PT റേഷ്യോ ആണെങ്കിൽ V1 എന്തായി? V2 × PT റേഷ്യോ എന്ന് എഴുതിക്കൂടെ എനിക്ക്? സോ ദ ലൈൻ വോൾട്ടേജ് V1 വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ട് മീറ്റർ റീഡിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു V2 × PT റേഷ്യോ എന്ന് എഴുതാൻ എനിക്ക്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു റീഡിങ് AC വോൾട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 110 വോൾട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ 110 വോൾട്ട് കിട്ടിയാൽ PT റേഷ്യോ 150:1 എന്നാണെങ്കിൽ ലൈൻ വോൾട്ടേജ് V1 എന്തായിരിക്കും? വോൾട്ട് മീറ്റർ റീഡിംഗ് × PT റേഷ്യോ ആയിരിക്കും. ദാറ്റ് ഈസ് V1 is equal to 110 × 150 / 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 16,500, 16,500 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ളത്. ഇനി ഇത് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം പഠിക്കാനുണ്ട്. നോക്കാം എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ളത്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ തന്നെയാണ്. എ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഓഫ് എ 11,0,0,0 11 × 10⁵ ബാർ 10⁵ അല്ല 10⁴ ആണ്. 11 × 10⁴ ബാർ 110 വോൾട്ട് and a current transformer of 60/5 ampere are used to measure voltage and current of a transmission line. If the voltmeter indicates 100 volt and ammeter reads 2 ampere, what is the voltage and current in the transmission line? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും കാണേണ്ടതെന്ന് അറിയാം. സോ ലൈൻ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മുടെ വോൾട്ട്മീറ്റർ റീഡിംഗ് ടു PT റേഷ്യോ ചെയ്താൽ മതി അല്ലേ? PT റേഷ്യോ എന്ന് പറയുമ്പം ഇവിടെ 11,000 അല്ല, 11 × 10⁴ / 110. 100 × 11 × 10⁴ / 110 ദാറ്റ് ഈസ് 100 × 1000 100 kV എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ലൈൻ കറണ്ട് ആണെങ്കിൽ അമ്മീറ്റർ റീഡിംഗ് × CT റേഷ്യോ. ഓക്കെ, CT റേഷ്യോ 60/5 2 അമ്മീറ്റർ റീഡിംഗ് 2 ആണ്. 2 × 60/5 ദാറ്റ് 2 × 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ആംപിയർ എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ്. ഡയറക്റ്റ് പ്രോബ്ലം ആണ്, വേറെ ട്വിസ്റ്റഡ് ഒന്നുമില്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി എന്താണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ? ആ പേര് തന്നെയുണ്ട് അതെന്താന്നുള്ളത്. ഓക്കെ, ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറേ കാര്യങ്ങളൊക്കെ. നമുക്ക് നോക്കാം എന്താണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്നുള്ള കാര്യം. ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അത് ഒരുപാട് ടൈപ്പ് ആപ്ലിക്കേഷൻസിനുള്ളതാണ്. എവിടെയൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? റിലയബിലിറ്റി ആൻഡ് ഇൻഹെറിന്റ് റെഗുലേറ്റിംഗ് എബിലിറ്റി എഗെയിൻസ്റ്റ് ദ ലൈൻ വോൾട്ടേജ് ചേഞ്ചസ് ആർ നോട്ട് എ മേജർ ഇമ്പോർട്ടൻസ്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജിൻ്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു റെഗുലേറ്റഡ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത്തരം ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സിംപ്ലി ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് ട്രാൻസ്ഫോമർ. വേറൊരു ടൈപ്പ് കൺസ്ട്രക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി വൈൻഡിങ് അക്രോസ് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇതിൻ്റെ പ്രൈമറിയും സെക്കൻഡറി വൈൻഡിങ്ങും സെപ്പറേറ്റ്ലി വൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാധനങ്ങൾ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് ആക്ച്വലി വേണ്ടത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു സെപ്പറേറ്റ് ഷണ്ട് പാത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കണം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഏതിൻ്റെ ഇടയ്ക്ക്? ഈ രണ്ട് വൈൻഡിങ്ങിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, പക്ഷേ അവിടെ ഒരു എയർ ഗ്യാപ്പും ഫോം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി അക്രോസ് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ എ പോർഷൻ ഓഫ് മാഗ്നറ്റിക് കോർ ഓവർ വിച്ച് ദ സെക്കൻഡറി വൈൻഡിങ് ഈസ് ഫൗണ്ട് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും. അതായത് സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്ന കോർ ഭാഗം എന്ന് പറയുന്നത് സാച്ചുറേറ്റ് ആയി പോകും. ഓക്കെ, പ്രൈമറി ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ സാച്ചുറേറ്റ് ആയിരിക്കില്ല.
ഓക്കെ, അപ്പോൾ എന്ത് പറയാം, നമുക്ക് ഒരു കപ്പാസിറ്റർ സെക്കൻഡറി എക്കോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 50 ഹെർട്സ് ആയിരിക്കും. ഓക്കെ, ആ കപ്പാസിറ്റർ ആക്ച്വലി എന്താ ചെയ്യുന്നത്, കറണ്ട് ഇൻക്രീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ സെക്കൻഡറിയുടെ കേസിൽ. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു സാച്ചുറേഷൻ ഓഫ് സെക്കൻഡറി ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സെക്കൻഡറി ഫ്ലക്സ് AC ഫ്ലക്സിനെ ഒരു ലിമിറ്റഡ് വാല്യൂലേക്ക് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വാല്യൂലേക്ക് എത്തിക്കുന്ന സമയത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് വലുതാണെങ്കിലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, ആ സാച്ചുറേറ്റഡ് വാല്യൂ കഴിഞ്ഞാൽ പിന്നെ ഫ്ലക്സ് ചേഞ്ച് ഇല്ലല്ലോ. സോ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡറി വൈൻഡിങ് അക്രോസ് അത് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരിക്കലും പ്യുവർ സൈൻ വേവ് ആവണമെന്നില്ല, പക്ഷേ അതൊരു ക്വാസി സൈൻ വേവ് എന്നായിരിക്കും. നമുക്ക് ഫിഗർ നോക്കാം, എന്താണ് ക്വാസി സൈൻ വേവ് സ്ട്രക്ചർ എന്നൊക്കെ ഉള്ളത്. ഇത് അതിൻ്റെ വർക്കിംഗ് ആണ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് സൈൻ വേവ് ആണ്. അപ്പം ഔട്ട്പുട്ട് ഒരിക്കലും പ്യുവർ സൈൻ വേവ് ആയിരിക്കില്ല, ഇതെന്ന് പറയുന്ന ഒരു ക്വാസി സൈൻ വേവ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസിൽ എക്സ്ട്രാ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് ഒരു കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വിചാരിച്ചാൽ ഇതിനെ ക്രോസാണ് കണക്ട് ചെയ്യുന്നത്, സെക്കൻഡറിയും പ്രൈമറിക്കും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ടു ഇംപ്രൂവ് CVT പെർഫോമൻസ്, അതായത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഡാറ്റ പ്രോസസ്സിങ് കമ്പ്യൂട്ടേഴ്സിലുണ്ട്, കളർ ഫോട്ടോഗ്രാഫി ലാബ്സ്, ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, PA സിസ്റ്റംസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, CVD ആൻഡ് DVD റെക്കോർഡ്സ് ആൻഡ് പ്ലെയേഴ്സ്, ടെലിപ്രിൻറ്റേഴ്സ് ആൻഡ് ഫാക്സ് മെഷീൻസ് ആൻഡ് ഓൾ അതർ സെൻസിറ്റീവ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് ആക്ച്വൽ സൈൻ വേവ് ആയിരിക്കില്ല, ഒരു ക്വാസി സൈൻ വേവ് ആയിരിക്കും. ഓക്കെ, നമ്മളിന്ന് പഠിച്ചത് ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണ്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്താണ്, അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് എന്താണ്. ഓക്കെ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. PPT ഒന്നുകൂടെ നോക്കുക, വീഡിയോസ് ഒന്നുകൂടെ കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം പഠിക്കുക. ഓക്കെ, താങ്ക് യു.